ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ളൂ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറേ പേർക്ക് പ്രണയം പറയാതെ പോകുന്നവരുണ്ടായിരിക്കും, പിന്നെ അതുപോലെ പ്രണയിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് അഭിലാഷം. പിന്നെ അതുപോലെ ഷംസു സൈബ സംവിധാനം ചെയ്ത സിനിമയാണ്. ഡയറക്ഷൻ വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ പാട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. സോങ്സിൻ്റെ ഒക്കെ ഒരു പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ആയപ്പോഴും ശരിക്കും നല്ല വിഷമമായി. ആ ഒരു ക്ലൈമാക്സാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു ആ എൻഡിങ്ങിൽ ശരിക്കും വളരെ മനോഹരമാക്കുന്ന ആ ഒരു ക്ലൈമാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. വളരെ നല്ലൊരു സിനിമയാണ്. ഇപ്പോൾ എമ്പുരാനൊക്കെ തിയേറ്ററിൽ വിജയാഘോഷത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരും ഒന്നിനൊന്നും വെച്ചാൽ സൈജു ചേട്ടൻ്റെ ലുക്കൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്താ പറഞ്ഞാൽ മയൂഖം സിനിമയ്ക്ക് ശേഷം ചെയ്യുന്നൊരു സിനിമയാണ് അഭിലാഷം. അപ്പോൾ ഇപ്പോൾ ഒരു പ്രണയരംഗം അഭിനയിച്ച് കാണിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര മിനിമലായിട്ടാണ് സൈജു ചേട്ടൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും സിനിമയിൽ എല്ലാവരും എടുത്ത് പറയേണ്ടത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. അഭിലാഷം വളരെ നല്ലൊരു സിനിമയാണ്. അഭിലാഷം ഒരു കൊച്ചു ചിത്രമാണ്. അതായത് ഒരു സ്കൂൾ കാല പ്രണയകഥ തുടങ്ങിയിട്ട് അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു കഥയാണ്. അപ്പോൾ കുറച്ച് നല്ല ഇമോഷണലി കണക്റ്റ് ആവുന്ന രംഗങ്ങളുണ്ട്. മെയിനായിട്ട് ഇതൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി പോലെയാണ് ഫീൽ ചെയ്തത്. അതായത് മിക്ക സീനിലും ആ ഒരു മ്യൂസിക് സിനിമയെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള ഒരു ചെറിയ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഉള്ള ഒരു കൊച്ചു ചിത്രമാണ്. അതിപ്പോൾ സൈജു കുറുപ്പാണെങ്കിലും തൻവീർ റാമാണെങ്കിലും അർജുൻ അശോകൻ ഇവരെല്ലാവരും, പിന്നെ നവാസ് വള്ളിക്കുന്നിൻ്റെ ഒരു ലോയർ കഥാപാത്രം, എല്ലാം നല്ല രസകരമായിട്ട് പിന്നെ നമുക്ക് നാട്ടിൻപുറത്തൊക്കെ കണ്ടുമറന്ന രീതിയിലുള്ള ആൾക്കാരുടെ കഥയാണ്. ഒരു കൊച്ചു ചിത്രം, അധികം ബഹളങ്ങളൊന്നുമില്ലാത്ത ഫാമിലിയായിട്ട് കണ്ടിരിക്കാവുന്ന, നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടാക്കുന്ന, ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു കൊച്ചു ചിത്രമായിട്ടാണ് അഭിലാഷം ഫീൽ ചെയ്യുന്നത്. കുറേ